കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾക്ക് അംഗീകാരം കൊടുക്കുന്നു എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അതിനായി കേരള സർക്കാർ 3 അംഗ കമ്മീഷനെ നിയമിച്ചു പോലും. ഇനിയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അംഗീകാരം ലഭിച്ച ഉടനെ പെന്തക്കോസ്തുകാർക്ക് കൊടുക്കാൻ സാധിക്കും. സംഭവം കൊള്ളാം. യാക്കോബായക്കാർക്ക് നിയമനിർമ്മാണം നടത്തി അസ്തിത്വം വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വർഷം കുറേയായി. ഇതുവരെ നിയമനിർമ്മാണവും ഇല്ല, അസ്തിത്വവും ഇങ്ങെത്തിയില്ല. അതുകൊണ്ടായിരിക്കണം അവർ സാബു ജേക്കബിൻ്റെ കൂടെ BJPയിലേക്ക് പോയത്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പെന്തക്കോസ്തുകാരുടെ വോട്ട് സതീശൻ അടിച്ചോണ്ട് പോയാലോ എന്നൊരു പേടി പലർക്കുമുണ്ട്. അതായിരിക്കണം പെന്തക്കോസ്തുകാരെ സഭയായി അംഗീകരിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ആരെയാണ് പെന്തക്കോസ്തുകാരെന്ന് നിർവചിക്കണം. ആരാണ് പെന്തക്കോസ്തുകാർ? 100,000 വിശ്വാസങ്ങളുള്ള പെന്തക്കോസ്തുകാരെ ഏത് രീതിയിൽ നിർവചിക്കും? ഏതായാലും മതം മാറ്റം നടത്തുന്നവർക്ക് അംഗീകാരം നൽകിയാൽ അത് BJPയുടെ വളർച്ചയ്ക്ക് ഇടയാകത്തേയുള്ളൂ. തീവ്ര, അതിതീവ്ര, ശാപമുറി, കെട്ടുപൊട്ടി, സാമച്ചം കൂടാരം, ബിജി അഞ്ചൽ, സുരേഷ് ബാബു, പൂവക്കാല, ഫുൾ ഗോസ്പൽ, അങ്ങനെ പോകുന്നു പെന്തക്കോസ്ത് സഭകൾ. ഇവരെ അംഗീകരിക്കുമ്പോൾ ദയവ് ചെയ്ത് സർക്കാരിനോട് ഒരപേക്ഷയുണ്ട്. ആ പോക്സോ കേസിലെ ജെബിൻ രാജിനെ കൂടി ഒന്ന് അംഗീകരിക്കണം. തൊട്ടടുത്ത് ചെങ്കോട്ടയിലെ ന്യൂജൻ സുവിശേഷകനാണ്, വലിയ പാസ്റ്ററാണ്, വലിയ സഭയാണ്. അതിനെ കൂടി ഒന്ന് അംഗീകരിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ കേരളത്തിലെ പെന്തക്കോസ്തുകാരെ അംഗീകരിക്കണം, വേണ്ടെന്നല്ല. യഥാർത്ഥ പെന്തക്കോസ്ത് സഭകൾക്ക് ചർച്ച് എന്ന പദവി, ഔദ്യോഗിക പദവി, അത് നൽകുന്നത് ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണ്. സർക്കാർ തലത്തിൽ സഭ എന്ന പദവി ലഭിക്കുന്നതോടെ മറ്റ് പരമ്പരാഗത സഭകൾക്ക് ലഭിക്കുന്ന അതേ നിയമപരമായ പരിഗണന ഇവർക്കും ലഭിക്കും. സ്വന്തമായി പള്ളികൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിന് കൂടുതൽ എളുപ്പമാകും. പ്രാർത്ഥനാ ഹാൾ എന്നതിന് പകരം ചർച്ച് എന്ന ഔദ്യോഗിക പദവി ഇതിനെ സഹായിക്കും. കേരളത്തിലെ പെന്തക്കോസ്ത് വിശ്വാസികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ശ്മശാന സൗകര്യം. ഔദ്യോഗിക സഭാ പദവി ലഭിക്കുന്നതോടെ സെമിത്തേരികൾക്കായി ഭൂമി കണ്ടെത്തുന്നതിനും അനുമതി വാങ്ങുന്നതിനും സർക്കാരിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പുകളും ക്ഷേമ പദ്ധതികളും പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതിൽ അർഹരായവർക്ക് ലഭ്യമാക്കാൻ ഇത് ഉപകരിക്കും. സഭ എന്ന പദവി നൽകുന്നതിലൂടെ സർക്കാരിന് ഈ വിഭാഗങ്ങളെ കൂടുതൽ കൃത്യമായി ചേർത്ത് നിർത്താൻ സാധിക്കും. 100 കണക്കിന് സ്വതന്ത്ര ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് പ്രായോഗികമായി പ്രയാസമാണ്. അതൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ആർക്കൊക്കെയാണ് ഈ പദവി നൽകേണ്ടത് എന്നതിനെ ചൊല്ലി തർക്കങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഔദ്യോഗിക പദവി ലഭിക്കുന്നതോടെ സാമ്പത്തിക ഇടപാടുകളിലും മറ്റും കൂടുതൽ ഓഡിറ്റിങ്ങും സർക്കാർ നിരീക്ഷണങ്ങളും ഉണ്ടാവും. ചുരുക്കത്തിൽ പെന്തക്കോസ്ത് വിശ്വാസികളുടെ സാമൂഹികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും വിവേചനങ്ങൾ ഒഴിവാക്കുന്നതിനും ഈ തീരുമാനം വലിയ രീതിയിൽ സഹായിക്കും. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോഴും അവശേഷിക്കുന്ന പ്രധാന ചോദ്യം, ആരാണ് ഈ പെന്തക്കോസ്തുകാർ? യഥാർത്ഥ പെന്തക്കോസ്തുകാർ ആരൊക്കെയാണ്? വ്യാജ പെന്തക്കോസ്തുകാർക്കും അംഗീകാരം നൽകുമോ? തട്ടിക്കൂട്ട് ന്യൂജൻ കൂട്ടായ്മയിൽ പോകുന്നവർക്കും അംഗീകാരം നൽകുമോ? ഇതിന് സർക്കാർ തന്നെ മറുപടി നൽകണം.